ഇവരോട് ചിക്കൻ വരട്ടാൻ പറഞ്ഞിട്ട് കുത്തി ഇരുന്നിട്ട് തണുപ്പ് ആസ്വദിക്കുന്നു. അപ്പൊ ഞാൻ എനിക്ക് ചിക്കൻ വരട്ടല്ലേ? അത്രക്ക് തണുപ്പുണ്ട് ശരിക്കും, നല്ല സുഖം ഇരിക്കാനില്ല. അച്ചൂട്ടാ നോക്കണേ, ഊട്ടി പോയാൽ കട്ടിയടി തണുപ്പുണ്ടല്ലോ. നീ ഒരു ദിവസം നിക്കാൻ പോകാൻ കൂടെ പായിട്ട് എടുക്കണം. ഉള്ളില് സൗകര്യം കുറവാണ്. ഒന്നല്ല, നല്ല സൂപ്പർ. ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിനെ, വെളിയും കൂട്ടിട്ട് വരുന്നില്ല, എന്തെങ്കിലും ആക്കി കൊടുക്കണ്ടിടും. അതുകൊണ്ട് ഇവള് ചിക്കൻ വാങ്ങി. ഇവള് വരട്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആക്കിയത്, ഇവിടെ അനങ്ങുന്നില്ല. പാത്രത്തിലാക്കി മടിച്ചതല്ല. ഇവിടെ സ്ഥലം കണ്ടപ്പോ ഒന്ന് തിന്നാൻ തന്നെ വേണ്ട, അത്രക്ക് സൂപ്പർ സ്ഥലം. നീ എല്ലാം അന്ന് വന്നിട്ട സ്ഥലത്ത് എന്നാലും നമ്മളിങ്ങനെ എൻജോയ് ചെയ്തിട്ടില്ലല്ലോ. ചിക്കൻ കറിക്ക് കഷ്ണം വന്നിട്ട് വെത്തി മുറിച്ച് വന്നിട്ടാണ്. കറി കഷ്ണം. ഇത് പ്രിയന്റെ ചങ്ങായി പൂച്ചക്കുട്ടി, 2 കണ്ണുണ്ട്. അതിനൊരു കണ്ണ് കാണിച്ചു കൊടുക്കട്ട്. ഞാൻ എത്രോട്ടെ കാണിച്ചു കാണിച്ചു കൊടുത്തിനാ. പൂച്ചനെ പൈക്കേ അത് ഞാൻ കഷ്ണം കഴിക്കും. കാരണം എന്താണെന്നറിയാം, ഒരു കരളിന് വേണ്ടി 2 അടിയാണ്. ഓ, അതുകൊണ്ട് 2 പീസാക്കി പഠിച്ചു. എല്ലാടി ഇത് കണ്ടാ ഈ സംഭവം അതെടുക്കാനേ ശരി തന്നെ. അയ്യോ, ഇവക്ക് മുറിക്കാനും കഴിയില്ല. ഇത് ഉണ്ടാക്കാൻ തിന്നാ. ഞാൻ എന്റേതായ രീതിയിൽ ഉണ്ടാക്കിയ ഭയങ്കര എരിവായിരിക്കും. കുരുമുളക് ഇട്ടിട്ട് കൊള്ളും വെക്കുന്ന. പക്ഷേ ഭയങ്കര ഇരുട്ട്. മഴക്കാലത്ത് ഷീറ്റിടും. ഇതിൽ ഇങ്ങനെ കയറി കയറി പോവാൻ കഴിയോ? കുക്കുവിന്റെ ഉണ്ടച്ചമ്മന്തിയിൽ ഈ അമ്മിയിലാക്കി. അല്ലടി ഞാൻ പറയുന്നത്, ഇങ്ങനെ കയറി കയറി പോവാന്ന്. ഇതിന് മേലേക്ക് ഇതിന്റെ മുകളിലേക്കാ പണ്ട് അത് കയറി കളിച്ചല്ലേ. അതിപ്പോ റബ്ബർ നട്ടാളായിരുന്നു. ഇത് സ്ഥലമൊന്നല്ല, പറമ്പാണ്. പറമ്പാത്. അപ്പൊ ഈ പുല്ലിനൂടെ അതാണ് നേരെ വീടാണ്. അവര് വേറെ സ്ഥലം എടുത്തിട്ട് മാറിയത്. നല്ല വീടായിരുന്നു. ഞാൻ കയറി കയറി പോക്കാ. ഇതന്നെ വഴി. അതിലെ വഴിയുണ്ട്. ഇപ്പൊ കാട് കയറിയതല്ലേ. അപ്പൊ അങ്ങനെ വഴി ഉപയോഗിക്കുന്നില്ലല്ലോ. ഇത് മാട്ട് പോലെ അത് വെച്ചിട്ടാണ്. അത് പ്ലാവ് ഉണ്ടായിരുന്നു. അത് കൊത്തിട്ട് തെങ്ങിന്റെ മുകളിൽ അത് ഉണ്ടായിരുന്നു. അത് കുരുമുളക്. ഏകദേശം കുരുമുളക് അരച്ച മത്തിക്കറി വെച്ച് കാണിച്ചു കൊടുത്തു. കുരുമുളക് ഇറക്കാനുണ്ട്. ചിക്കനിൽ ഇറച്ചി ചേർത്ത്. ചിക്കൻ പെപ്പർ ചിക്കൻ ആക്കിയാലോ? എനിക്കറിയാം പെപ്പർ ചിക്കൻ. സുമാർ ഇങ്ങനെ ആക്കുക തന്നെ. പെപ്പർ ചിക്കനായി. കുരുമുളക് കുരുമുളക് ഇട്ട പെപ്പർ ചിക്കനായി. വീണ സാധാ മല്ലിപ്പൊടി ഇടാണ്ട് കുരുമുളക് ജാസ്തി പെപ്പർ ചിക്കൻ. ഇതെങ്ങനെ വെള്ളം തരുന്നത്? ടാങ്കിലെ കുഴലിലെ വെള്ളം കടിച്ചു. അന്ന് ഇതിന്റെ വീഡിയോയിൽ കുറെ കണ്ടു. നല്ല രസമില്ലേ? നീ കൊറേ വെള്ളം വരുന്നില്ലേ? കട്ടിൽ വെച്ചതിനോട് ചെരുപ്പിട്ട് കഴിക്കോ? അച്ഛനെ ഇല്ലു. അതിന്റെ കുക്കിനോട് വീട്ടിക്കൊണ്ട് പോയ പറവൂര്. പറവൂര് പറഞ്ഞാല് നമുക്ക് കൈതപ്പുറ സ്റ്റോപ്പിൽ കൈതപ്പുറ അറിയില്ല. അവിടെ കുറെ 3-4-5 സ്റ്റോപ്പാണ്. അതിനും കുറെ ആളുണ്ട്. അടുപ്പൊക്കെ ഉണ്ടതേ. അരി ഇവിടത്തെ തെയ്യുണ്ടായി തറവാട്ടില്. എന്നിട്ട് പോയിട്ടുണ്ടാവും. കത്തി എടുത്തോണ്ട് പോട്ടെ. കത്തി വെക്കാം. കഴുകിട്ടേക്കാം. ഇതാ ഞാൻ കത്തിയതാ. വേറെ കത്തിയൊന്നുണ്ടല്ലോ. മോള് ഇത് രേഷ്മയുടെ മോള്. നേരത്തെ കണ്ടേ. കുളിക്കുന്നുണ്ടായിട്ടാ. ഓ, അതാണല്ലേ ശിവാനി അല്ല ശിവാനി. ശിവാനി എന്താ പഠിക്കുന്നുണ്ടാ? LKG UKG അല്ലേ? UKG എത്തി കുഞ്ഞോ. അറിയാ പനി മാറിയാ? മണിയാവനെ ഇവള് ചിക്കൻ വരട്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ കാത്തത്. ഞാൻ വെളുത്തുള്ളി ഇരിക്കുന്നുണ്ട്. വെളുത്തുള്ളി വെച്ചാ അതിന് തീപ്പറ്റിക്കാണ് സ്റ്റൈലല്ലേ? നോക്കട്ടെ, രസല്ലേ തീപ്പറ്റിക്കുന്നതാണ്. തീപ്പറ്റിക്കുന്ന എടുക്കണം. നിന്റെ വീട്ടിൽ നിന്ന് റേഷനറി വേഗം വേവുമല്ലോ. റൈസ് കുക്കർ ആയിക്കോട്ടെ. എനിക്ക് ആ റൈസ് കുക്കറിലൊക്കെ ടേസ്റ്റ് ഇരിക്കണം.
അപ്പോൾ ചിക്കൻ മുറിച്ച് നന്നായി കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ വരട്ടാന്ന് പറഞ്ഞവര് വെളുത്തുള്ളിയുടെ തോല് കളിയുന്നു. ഇവിടെ വെളുത്തുള്ളി മേത്താക്കി ഭയങ്കര സ്മെല്ലായിരിക്കും. കുഴപ്പമില്ല, തോലൊന്നും കളിയാക്കൊന്നും പണി അറിയാത്ത പോലുണ്ട് ഇപ്പൊ. അത് ഞാനിവിടെ എടുക്കും എങ്ങനെയാലും നിനക്ക് അറിയാം, അതുകൊണ്ട് എനിക്ക് മടി പിടിച്ചു. എങ്ങനെയാലും ചിക്കൻ കറിയാവും നിനക്ക് അറിയാലോ. എന്താ ചിക്കൻ കുഴി മടിച്ച് ഇവാനി മോളും കുളിച്ച് സുന്ദരി കഴിഞ്ഞാ നോക്കട്ടെ. എത്ര മുടി വരത്തന്ന് ഉള്ളിയും കൂടെ മുറിക്കാനുണ്ട്. ഉള്ളി, ഇഞ്ചി, പച്ചമുളക്. ഇത് തട്ടിക്കൂട്ട് ചിക്കൻ കറിയാണ്. എന്നാൽ അത് സമയമില്ല, ഇവിടെ സ്ഥലമെല്ലാം കണ്ടാ പുഴയിൽ കുത്തിയിരുന്നോണ്ട് 1 മണിയായി സമയം. ഇനി ചിക്കൻ വരട്ടിയിട്ട് വേണം ചോറ് തിന്നാൻ. പാത്രത്തിൽ ആ ചിക്കൻ കറി വെക്കണം കേട്ടോ. മുനീറെ വലിയ പാത്രമാണ്. കാരണം എന്താണെന്നറിയാം, ഇതിൽ അടിക്ക് പിടിക്കൂല, നല്ല അടി നല്ല കട്ടിയില്ല പാത്രം. അതുകൊണ്ട് ഇതിലാ ചിക്കൻ വെക്കാം. ഉള്ളി മതി, 1 മണിക്കൂറായി ഉള്ളി മുറിക്കാൻ തുടങ്ങി. ക്വാളിറ്റി അമ്മ പണിക്ക് പോയിട്ട് വന്നിട്ടുണ്ടേ. തൊണ്ണൂറ് ദൂരാന്നോളെ കാലുവേദന കൊണ്ട് അങ്ങ് അറ്റം വരെ പോയി. ഇരുന്ന് ടി വി ആണ്. ഇഞ്ചിയുടെ തോലാണ് ഞാനാ മുന്നേറെ. കാണിച്ചേ ഫോണ് കൊടുത്ത കോയിനെ കിട്ടുന്നെല്ലാം പറഞ്ഞിട്ടേ. കണ്ണെരിയുന്നത് ഉള്ളി ഇവളോട് 1 മണിക്കൂറായി മുറിക്കാൻ പറഞ്ഞിട്ട് ഇത് ഇത്രയും സമയമായിട്ട് ഓള് ഉള്ളി മുറിച്ചിട്ടാ. വേണ്ട, ഉള്ളി മുറിക്കാൻ അറിയില്ല പോലും. നമുക്ക് കട്ടിങ് ബോർഡ് വേണം. ഒന്നുമില്ല, നമുക്ക് കൈ മുറിഞ്ഞിട്ട് പുകച്ചെടുക്കും. മുറിച്ചിട്ട് ചിക്കൻ ആക്കി തരുന്നതും പോരാ. കൈ ഞാൻ വീട്ടിൽ നിന്ന് ഞാൻ മുറിക്കുമ്പോ കൊറേ പച്ചമുളക് ഉണ്ടായില്ലേ. നമുക്ക് എരിവിന് അത്യാവശ്യം. ഞാൻ ചിക്കന്റെ മസാല വേണല്ലോ, നല്ല മസാല ടേസ്റ്റ് അടുത്ത മസാല നീ ഉണ്ടാക്കിയതാ? അതൊക്കറിയില്ല, ശരിക്കും ചിക്കൻ മസാല അത് അവരാക്കിയതാന്ന്. ഹോം മെയ്ഡാന്ന്, നല്ല മസാല. ഞാൻ ഒരിക്കൽ വാങ്ങിയിട്ടുണ്ട്. പാത്രം വെച്ചിട്ടുണ്ട്. തക്കാളി എടുത്തിട്ട് വന്ന് വെച്ച് വേണ്ടെന്ന്. തക്കാളി ഉണ്ടാവാൻ വെളിച്ചെണ്ണ. ഇപ്പൊ വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചെടുക്കാം. ഇഞ്ചി എടുത്തോടി, അത് ചതച്ചെടുക്കാം. അത് വെളിച്ചെണ്ണ, പാലില്ലത്. തൈരാന്ന്, തൈരിനാണ് വെളിച്ചെണ്ണ എടുത്തിട്ട്. വെളിച്ചെണ്ണ ആടെ ഉണ്ടായിന്. നല്ലോണം ചതക്കാം. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത്ര കുറച്ച് വേണ്ടേ? മതിയാ? നീല കറിയാക്കും, നിനക്കെല്ലാവരും അറിയില്ലേ. ഇത് മതി മതി. ഓക്കെ ഓക്കെ. നമ്മള് പാത്രം അവിടെ വെച്ചു. അപ്പൊ മുനീറിയാ നിന്ന്. ഞാൻ മുറിച്ചാല് ഉള്ളി ഞാൻ മുറിച്ചു കൊടുത്തിന്. ഇവരെല്ലാം കട്ട് ചെയ്ത് അതിനാ വെറുതെ പാചകം മാത്രം. ഉള്ളിയും പച്ചമുളകും വെച്ചിട്ടല്ലേ?
ചൂടായിട്ടില്ല, ശരിക്കും ചൂടാണ്, പക്ഷെ നമുക്ക് മാട്ട് കൊടുക്കുന്നുണ്ട്. ചൂടായിനെ ചൂടായില്ലേ? ചൂടായിന് അതല്ലേ, ചൂടായതുകൊണ്ടല്ലേ അങ്ങനത്തെ സൗണ്ട് വരും. മൊത്തത്തിൽ തട്ടിയെടുക്കാം. ഇവാനി ആ ഇല കഴിയുന്നത് അയൽ ചാടി വായിലൊക്കെ അല്ല വയറാൻ എടുക്കോട്ടാ. പെട്ടെന്ന് ഉപ്പിടണോ? ഉപ്പിടണോ? ഉള്ളി കുറച്ച് വേഗം. നീ ഇങ്ങനെ തന്നെ അറിയാക്കല്? എപ്പോ പിള്ളേരെ പറ്റിക്ക് നമ്മുടെ ചിക്കൻ കറി വെക്കുന്നല്ലേ, ലേശം ഉപ്പിട്ടെടുക്കാം അല്ലേ? ഉപ്പിട്ട ഉള്ളി വഴന്ന് കിട്ടുമല്ലേ? അപ്പൊ ഇന്ന് മുനീറാൻ്റെ ചിക്കൻ കറിയാണ്. കുരുമുളക് അരച്ചാലോടെ അമ്മീന്ന് നീ ഇറക്കുവാ? ടേസ്റ്റ് ഉണ്ടാവോ? അത് നിനക്ക് അരക്കാൻ പഠിച്ചിട്ട്. സത്യം എന്റെ ഉമ്മക്ക് ഭയങ്കര മടിയാന്നല്ലേ? ഇത് മൂടിയൊക്കെട്ടാ, മൂടാടി മൂടി വെക്കാം. സമയം കൊണ്ട് നമുക്ക് തക്കാളി അറിയാം. നമ്മളെ ഇവാനി മോളതാ ചതക്കുന്നു. കൈക്കായ എരിവേ ഇഞ്ചിയാണ് കേട്ടാ. നോക്കട്ടെ സെന്തരി, ഞാൻ അമ്മയോട് മുടി മുറിച്ച് തരാൻ പറഞ്ഞു കേട്ടാ. നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി നമ്മുടെ ഉള്ളി വഴന്ന് വന്നിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ഇട്ടോടി. ഇതാ അയ്യോ ഇഞ്ചി വെളുത്തുള്ളി മാത്രം ചതച്ചത് അതിലേക്ക് ഇട്ടെടുപ്പ. പൊന്തൊന്നുമില്ല, അമ്മി പൊന്തൊന്നുമില്ല. അമ്മ എടുത്ത് ശീലമുണ്ടോക്ക്. അമ്മി പൊന്തായി. എന്തിനാ മോക്ക് തോർത്ത്? ഏതെടുക്കാൻ? അയ്യോ മോളെടുക്കണ്ട, കൈ പൊള്ളും. ഇതിന്റെ അപ്പൊ എല്ലാരും കൂടിയ പാചകം. നമ്മളെ മിനിഹക്കുട്ടി ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. കറിന്റെ കോല എന്താ പറയാ, എല്ലാരും ടേസ്റ്റ് ഉണ്ട്, പലതരത്തില് ടേസ്റ്റ് ഇരിക്കും. ഇപ്പൊ തക്കാളി അരിയുന്നുണ്ട്. എനിക്ക് തക്കാളി അരിയാൻ കിട്ടുന്നുണ്ടാണേ മുനീറ? കൈമുറിയൊരു പേടി. അമ്മക്ക് ഉച്ചക്ക് പോണാ? തൊഴിലുറപ്പായിരിക്കും അല്ലേ? കുക്ക് എപ്പോ പോയിനി? അവിലുപ്മാവല്ല സൂപ്പറിനെ കുക്കല പറഞ്ഞ സൂപ്പറാണ്. ഓളല്ലേ അവിലുപ്മാവാക്കിപ്പിച്ചിന്. സുന്ദരി ഡാൻസ് കളിക്കുന്ന നോക്കി. ഈ അച്ചൂട്ടനെ കൊണ്ട് വല്ലാത്ത തന്നെ കേട്ടോ, ഒരു പണിയെടുക്കാൻ വിടൂല. ഉള്ളി നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. നാടൻ തക്കാളിയാണ് മുനീറെ. ആ ഉണ്ട് തക്കാളി. അമ്മക്കാരോ കൊടുത്തേന്ന് തോന്നുന്നു. അച്ഛൻ ചിക്കൻ കറി വേണ്ട? കുറച്ച് നേരം കൂട്ടിക്കോട്ടാ, സമയം ഒരുപാടായി കറി ആവണത്. ഇപ്പൊ തക്കാളി ഇട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ആ ചിക്കൻ ഷോപ്പിൽ നല്ല ചിക്കൻ മസാല ഉണ്ട്. നല്ല തണുപ്പുണ്ടോ? പിന്നെ നിങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ട് നമ്മളെ സ്ഥലവും നടന്നു ഉള്ളോട്ടായതുകൊണ്ട്. നല്ല മസാലയടി കാണിച്ച ഹോം മെയ്ഡാന്ന് തോന്നുന്നു. ചിക്കൻ മസാല ഒരുത്തിയുടെ പുകഞ്ഞതായി ചിക്കന് അടുപ്പ് വരെ കത്തിക്കാണ്ട് ചിക്കനാണെന്നുള്ള വിചാരം. അതിൽ ഇവളെ കൊണ്ട് ചിക്കൻ കറി ആക്കുന്നില്ല എൻ്റെ ഒരു വാശിയാണ്. കുഴി മടിച്ചിട്ട് കൊണ്ട് അത് കുറച്ചിട്ടടി. ചിക്കൻ മസാല ഇല്ലേ, നല്ല മസാല അത്, ഹോം മെയ്ഡാണ്. അത് ഇട്. ആ ഇട്ടോ.
മല്ലിയോ മല്ലി ഇട്ടോ കുറച്ച്. അതൊന്നും ഇട്ടിട്ട് മല്ലി 2 വേണ്ടേ? മതിയാ? മതിയാ? എത്ര വേണ്ടേ? മുളക് പൊടി മതിയാ? കളറ് കുറവല്ലേ? അല്ല കുറച്ചും കൂടി ഇട്ടോ. ഇതും മല്ലി ഇടണം. മല്ലി ഇട്ടാൽ നല്ല കൊഴുപ്പുണ്ടാവും കറിക്ക്. ഒരു ടേസ്റ്റും ഉണ്ട്. ഇതെയാ മുളക് പൊടി മാത്രം ഇട്ട് വിടാല്ലേ? മഞ്ഞപ്പൊടിയോ? മഞ്ഞപ്പൊടിയോ? ഇനി കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു. മതിയാ? മഞ്ഞപ്പൊടി മതിയാടി? എന്നിട്ട് നമുക്ക് ചിക്കൻ ഇടട്ടെ. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. കുരുമുളക് ഇടണം. ഗുല കുഞ്ഞി ഇങ്ങനത്തെ ഒരു പേടിത്തോണ്ടി. പണ്ടേ ഇല്ല അമ്മയാണ് അല്ലമ്മ. അമ്മമ്മേന്റെ അമ്മയില്ല സമയത്ത് ഇല്ല അമ്മയാണ്. തഴഞ്ഞു പൊഴിയായി. നമ്മുടെ നാട്ടിലത്തെ എല്ലാവരും കുഴിമടിയന്മാരാ. അമ്മ നിരക്കൂല ആരും. അതുകൊണ്ട് തന്നെ ഇവളെ കൊണ്ട് ഞാൻ ഇരുന്ന് അടുത്തുനിന്ന് ചോദിച്ചു അറിയിപ്പിക്കുന്നു. ഭർത്താവ് നാട്ടിൽ തന്നെ ബാങ്കിൽ. ചിക്കൻ ഉപ്പിട്ടിട്ടില്ലല്ലോ. ചിക്കൻ ഉപ്പിട്ടിട്ടാണ് ഞാൻ മറന്നുപോയി. കുറച്ച് ഉപ്പിട്ട് മതിയില്ലേ? ഞാൻ അടച്ചു വെച്ച് കുറച്ച് റെസ്റ്റ് എടുത്തോ. നീ കണ്ണു പോകയല്ലേ? ചിക്കൻ മസാല ഇടണ്ടേ? ചിക്കൻ മസാല കുറച്ച് വെന്തിട്ടിട്ടപ്പോ അല്ല ഇത് പൊത്ത് മൂടി വെച്ചോ. ഇതൊന്ന് അടച്ചോ. നായിക്കോട്ടെ വന്നില്ലതാ. നമുക്ക് ചിക്കൻ്റെ അവസ്ഥ എന്താ നോക്കാം. ചിക്കൻ വേവണത്ര കുറച്ച് വെള്ളം ഒഴിക്കണോ? അല്ല ഈ വെള്ളത്തിൽ എടുത്താ പോരെ? അത് ഈ ചിക്കൻ്റെ വെള്ളത്തിൽ തന്നെ വേവിക്കാനാ? നമ്മളെ പ്രിയ എല്ലാരും കൂടി ചിക്കൻ കറി ഉണ്ടാക്കുന്ന ഒരാളെ കറി മാത്രല്ല. ടേസ്റ്റ് ഇല്ലെങ്കിൽ എല്ലാരും കുറ്റം പറയാല. ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ വെച്ചത്. ടേസ്റ്റ് ഇല്ലെങ്കിൽ നീ വെച്ചത്. വീണ്ടും മൂടിയത്. എന്നാ മുനീറ 2 കറിവേപ്പില അരച്ചണേ. നീ മുകളിലൊന്നും കയറണ്ടേ? വീണിട്ടിടം കയ്യില എനക്ക്. തുള്ളാൻ കയ്യാ? അയ്യോ അമ്മ എത്ര വേണ്ട? എന്നാ തുള്ളിക്കോ. കിട്ടിയാ? ഒന്നും കൂടി വേണ്ടേ? മതിയാണേ. ഇലക്കറിയായി പോവും ചിക്കൻ. ചിക്കൻ ഇലക്കറിയായി പോവും. അത് വേണ്ട, അത് മതി. കാണിച്ചേ. നല്ല വളർന്നിടാത്ത കറിവേപ്പിലാണ്. ഇപ്പൊ ഇടുന്ന പോലത്തെ ലോക്കലൊന്നല്ല. ഈ കറിവേപ്പിന്റെ ഗുണം കൂടി പറഞ്ഞു കൊടുക്ക്. നീ പറഞ്ഞു കൊടുക്കാൻ എനിക്ക് അറിയില്ല. എന്റെ അറിവില് ഈ കറിവേപ്പിൽ നമ്മളെ കറിയിലുണ്ടാകുന്ന വിഷാംശം വലിച്ചെടുക്കുന്നല്ലേ? ഉണ്ടല്ലേ? പുതിയ അറിവാണ് കേട്ടാ. കഴുകു ഇടുന്ന കഴിക്കോ. പൈപ്പ് തിരിക്ക്. നീ ചളി വെള്ളത്തിലേക്ക് വീണക്കല്ലേ. കഴുകിയാ തന്നെ താ മുളച്ചാണ് കേട്ടാ. അപ്പത്തെ ഇത് ഇഷ്ടംപോലെ നിങ്ങൾ കുരുമുളക് കൊടുക്കലല്ല, നിങ്ങളെ വീട്ടാവശ്യത്തിന് മാത്രമേ. ഇത് ഇക്കൊല്ലം മുതൽ പിടിക്കാൻ തുടങ്ങിയതോ. നട്ടിച്ച് അത്ര ഏറ്റവും ഇതിനുണ്ടാവലുണ്ട് കുരുമുളക്. കണ്ടാ? അത് നമ്മ ഉണക്കിയിട്ട് പൊടിക്കലുണ്ട്. വളത്തിന്റെ ആവശ്യമൊന്നുമില്ല കുരുമുളക്. വളം ഇട്ട് കൊടുക്കലുണ്ട് അത്യാവശ്യം. ഇത് കണ്ടാ ചീര പോലത്തെ സാധനം? ആടോ ഇത് വറക്കലുണ്ട് കേട്ടാ. ഇതിന്റെ ഇല വറക്കും. നമ്മളില്ലത്തവരെ കൊണ്ടുപോകാൻ പറഞ്ഞാൽ കൊണ്ടു കൊടുക്കുന്നുണ്ട്. കണ്ടാ ചീര പോലെ ഇല്ലേ? ഇവിടെ ആദ്യമായിട്ട് കുരുമുളക് പിടിച്ച കാണുന്നത്.
ആടെ ആവൂല കുരുമുളക് മാട്ടൂല് ആടത്തെ കാലാവസ്ഥ അങ്ങനത്തെ അല്ലേ, ചൂട് കാലാവസ്ഥയിലാണേ. കുരുമുളകിന് കുറച്ച് തണുപ്പ് വേണം. വെറ്റിലാണോ പറിച്ചാണേ? അല്ല, മരുന്നാ അത്, കവക്കെട്ടുണ്ട്. ഞാൻ ആക്കലുണ്ട് വലിയ ഇട്ടിട്ടേ. ഫ്രഷ് കറിവേപ്പ് ഇതിട്ടിട്ടുണ്ട്. ചിക്കൻ തന്നെ വെള്ളം വന്നിറങ്ങിയിട്ടുണ്ട് അല്ലേ? ചിക്കനിന്ന് വെള്ളം വന്നിട്ടുണ്ട്. ചിക്കൻ തന്നെ വീട് വൈറലാവും. ഈ അച്ഛനെ കൊണ്ട്, ഈ അച്ഛൻ്റെ കുരുത്തക്കേട് കൊണ്ട് ഒരു പണി നടക്കുന്നില്ല. ഇവാനി കുട്ടി പോയാ? ഇവാനി പോയണേ? ഇപ്പൊ അങ്ങോട്ട് പോകുന്നുണ്ട്. ഉപ്പിട്ടിട്ടേ നീ? ഉപ്പിട്ടില്ലേ? കുരുമുളക് ചാക്കാൻ കൊടുത്തിട്ടല്ലത്. എരിവില്ലല്ല, നല്ലല്ല. ഇനി അടുത്ത തരത്തില് മുനീറ പച്ചക്കുരുമുളക് അരച്ച മത്തിക്കറി. പോകുന്നുണ്ട് സത്യം. പച്ചക്കുരുമുളക് അരച്ച മത്തിക്കറി നല്ല ടേസ്റ്റാ. മത്തിപ്പീര, മത്തിപ്പീര നല്ല ടേസ്റ്റാ. ചെറിയ മൺചട്ടിയിൽ നല്ല മത്തി, ചെറിയ കുഞ്ഞു കുഞ്ഞു മത്തിയില്ലേ, അത് വെക്കണം. എരിവന്നിട്ടല്ലേ? എരിവേണ്ട. ഇപ്പൊ നമ്മളെ ചിക്കൻ വെന്തിട്ടില്ല കേട്ടോ. നീ ഇതുവരെ ചേമ്പ് കണ്ടിട്ടില്ല? ആ, ഇത് ഈ ആ ചേമ്പല്ലേ? ഇത് നല്ല ചേമ്പല്ലേ? ഇപ്രാവശ്യം ചേമ്പ് കുറവാണ്. അമ്മ അങ്ങനെ നട്ടിട്ടില്ല. ഒന്നിലത്രേ ഉണ്ടാവില്ല ചില സമയത്ത്. ഇപ്രാവശ്യം കുറവാണ്. നിന്നടെ അമ്മ കളിച്ചിട്ട് ഇത്രേ കിട്ടിയിട്ടു. വെള്ളം നോക്കട്ടെ. ചിക്കൻ അപ്പൊ ഇനി മസാല ഇടണം. ചിക്കൻ മസാല ഇടണം. ചിക്കൻ മസാല, കുരുമുളക് പൊടി. ചിക്കൻ മസാലയും കുരുമുളക് പൊടിയെല്ലാം ഇടാനുണ്ട്. അപ്പൊ മുനീറയാണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നു. എല്ലാരും കൂടി ഉണ്ടാക്കിനി. ഇപ്പൊ ലാസ്റ്റ് സ്റ്റേജ് എത്തുമ്പോൾ ഓളാടെ നിന്നു. അപ്പൊ നമുക്ക് നോക്കാലോ. നീ ഇവിടെ കസേര വീണിട്ട് ടേസ്റ്റ് ഉണ്ട് പറയുന്നു. മടിച്ചാ നട്ടത്. ഇന്ന് ചോറ് വന്നിട്ട് പോക്കൊന്നും ഉണ്ടാവില്ല. ഒരാൾ രണ്ടെണ്ണം കൂടിയിട്ട് രണ്ടും കൂടെ വെള്ളത്തിൽ കളിക്കാണ്. നിന്നക്ക് പിന്നെ സ്ഥലം മാറിക്കൊണ്ടൊരു സന്തോഷ ദുഃഖം. ഓക്ക് ഇവിടുത്തെ കാലാവസ്ഥ നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടാ. നല്ല തണുപ്പാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വന്നിട്ടുണ്ടാവില്ലേ? വന്നിട്ടുണ്ടാവില്ലേ? വന്നിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ ചിക്കൻ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുരുമുളക്. എനിക്ക് കുരുമുളക് ഇഷ്ടം വന്നിട്ട് ഇട്ടോ പ്രശ്നമില്ല. അധികം ഇടണ്ട, കുറച്ചിട്ടോ. എനിക്കൊന്ന് ഇത് മുളക് പൊടി മാറ്റുണ്ട്. കുമിട്ടി മുളകാന്ന് തോന്നുന്നു. കുരുമുളക് ഇടാല്ലേ? മതിയാ? എരിവനുസരിച്ചിട്ട് മതി. എന്നാലും കറി ഒരു കറുപ്പായി തോന്നും, റെഡായി തോന്നാ. മതി മതി. അതെ. അപ്പൊ ചീര വറവാക്കണേ മുന്നീറ്. ചീര വറവാക്കാൻ സമയം കറിയായിട്ടുണ്ട്. ഇവിടെ ആ പുഴയിൽ കുറേ സമയം ഇരുന്നിട്ടാണ് ഇത്രയും ലേറ്റ് ആയി. അപ്പൊ നമ്മള് ചിക്കൻ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ചിക്കൻ വരട്ട് കുറച്ചും കൂടി. ചിക്കൻ കറി നന്നായി വരണ്ട് വന്നിട്ടുണ്ട്. എന്നാ ചിക്കൻ കറി റെഡി ആയിട്ടാ മുന്നീറെ? നീ ഫോൺ നോക്കിയിരുന്നോ? പിള്ളേർക്ക് വിശക്കുന്നുണ്ടോ? നിനക്ക് വിശക്കാൻ തുടങ്ങിയാ? രാവിലെ ഒരു കേക്ക് വന്നയാ പാവം. ബോണ്ട എന്തിനാ? ഇവിടെ ഞാൻ പറ്റ ചായ വെച്ച് കൊടുക്കുന്നു. നീ വെച്ച് കൊടുക്കാനിട്ടല്ലേ? അയ്യോ, അത് ചിക്കൻ മസാലയാണ്. അയ്യോ, ചിക്കൻ മസാല കയ്യിലിട്ടിട്ട് ടേസ്റ്റ് ഉണ്ടോ? ഇപ്പൊ കുറച്ച് സമയം അടച്ചു വെക്കാം. റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ നമ്മളെല്ലാരും കൂടെ ഭക്ഷണം കഴിക്കാൻ പോവുന്നു. വേറെ കറിയൊന്നും ഉണ്ടാക്കാൻ സമയമില്ല. അമ്മ പയററിയൊക്കെ തോന്നണേ. മോരും മതിയില്ലേ? പപ്പടാക്കിയാലോ? പപ്പടം വാട്ട കുഴി മടിച്ച്. ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ പാത്രത്തിലേക്ക് മാറ്റിയിരുന്നു മുന്നേറ. ഇത് 3 നാളെ കറിയാണത്.
മൂന്നാമത്തെ രണ്ടാമതല്ലേ? സൂപ്പർ ചിക്കൻ കറി. ഇപ്പൊ ചോറും ചിക്കൻ കറി മോര് കൂടുതൽ ഐറ്റംസ് ഒന്നും ഇല്ല കേട്ടോ. സമയം ചിക്കന്റെ കൂടെ മോര് കൂട്ടിക്കിടന്ന് വൈദ്യന്മാരൊക്കെ പറയുന്നു. പക്ഷെ നമ്മതൊന്നും അനുസരിക്കൂല. മോരും തൈരും കൂട്ടിക്കൂടാ. ഓക്കെ ഇവാനി കുറച്ച് കൊടുത്തുന്നോളെ. കുറച്ച് കഴിക്കാം. കുറച്ച് അച്ഛൻ്റെ ഒപ്പം ഇരുന്നിട്ട് ഇപ്പൊ ചോറ് വിളമ്പി കൊടുക്കാണ്. അച്ഛയിൽ മോരലിട്ട് കിളക്കി അത് അത്രയും കേട്ടോ. നോക്ക് ചോറ് വേണ്ട. ഇവളോട് ഞാൻ രാവിലെ കുറച്ച് നേരത്തെ ഇറങ്ങാൻ പറഞ്ഞിട്ട് ലേറ്റ് ആയിട്ട് ഇറങ്ങിയതാണ്. അല്ലെങ്കിൽ ചീര കൂടെ വറക്കട്ടായിരുന്നു ഞാൻ. സാരമില്ല, നമുക്ക് വന്നു സ്ഥലങ്ങൾ കണ്ടു. കറി ഇത് ചേമ്പും ചെറുപയറാണ്. ചേമ്പ് ഇട്ടിട്ട് ചെറുപയർ കറിയൊക്കെ കുറച്ച് ചിക്കൻ കറി. മുളക് വേണടി മോരുടെ മുളക് എടുത്തോ. നീ വാ, ഞാൻ വരുന്നു. കറി എങ്ങനെ എരിയൊന്നുമില്ലാന്ന് തോന്നുന്നു. നല്ല മസാല കൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇവാനിക്കുട്ടിക്ക് മതിയാ ചോറ്? മോര് കുടിച്ചോളൂ കേട്ടാ, ചുമയല്ലേ. മോര് ഇഷ്ടായിനാ? സൂപ്പർ. ശരിക്കും ഉണ്ടാക്കുന്നതാ? പിന്നെ മോര് നിങ്ങൾ ഇല്ലത്തിനിട്ടോ